മുത്തപ്പൻ്റെ ദൈവിക യാത്രയുടെ സത്യം. ഇത് മുഴുവനായി അറിയാൻ അവസാനം വരെ കാണും. വടക്കൻ മലബാറിലെ അയ്യങ്കര ഇല്ലത്തിൽ അയ്യങ്കര ദേവനും പടിക്കുട്ടി അന്തർജനവും വർഷങ്ങളോളം ഒരു കുഞ്ഞിനായി കാത്തിരുന്നു. ഒരു ദിവസം തിരുവൻകടവിൽ സ്നാനത്തിനിറങ്ങിയ പടിക്കുട്ടി ജലത്തിൽ നിന്നും ഉയർന്നപ്പോൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. ഒരു പാറക്കല്ലിന്മേൽ ദിവ്യപ്രഭയോടെ ഒരു ശിശു കളിച്ചുകൊണ്ടിരുന്നു. ആ കുഞ്ഞിനെ അവർ സ്നേഹത്തോടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവനായിരുന്നു മുത്തപ്പൻ. കാലം കടന്നു. വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ചെങ്കിലും മുത്തപ്പൻ സാധാരണ ബാലനല്ലായിരുന്നു. അവൻ താഴ്ന്ന വർഗക്കാരോടൊപ്പം ജീവിച്ചു, അവരോടൊപ്പം ഭക്ഷണം പങ്കിട്ടു. ഇത് അയ്യങ്കര ദേവനെ ക്രോധത്തിലാക്കി. വീട്ടിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. ആ നിമിഷം മുത്തപ്പന്റെ കണ്ണുകളിൽ ദിവ്യപ്രഭ ജ്വലിച്ചു. ചുറ്റുമെല്ലാം തീ പിടിച്ച പോലെ. മകനെ നിർത്തൂ എന്ന് പടിക്കുട്ടി അപേക്ഷിച്ചു. ശാന്തനായി മുത്തപ്പൻ തിരിഞ്ഞ് കാട്ടിലേക്ക് നടന്നു. അവിടെ നിന്ന് ആരംഭിച്ചു ഒരു ദൈവത്തിന്റെ ഉയർപ്പ്. കാട്ടിന്റെ അഗാധമായ രഹസ്യത്തിലേക്ക് കടന്നു. കാടിന്റെ മടിയിൽ മുത്തപ്പൻ വളർന്നു. ഒരു ദിവസം ഒരു വേട്ടക്കാരൻ ഒരു മാൻ ലക്ഷ്യമാക്കി വില്ല് നീട്ടി നിൽക്കുമ്പോൾ അത് കണ്ട മുത്തപ്പൻ പറഞ്ഞു, നിർത്തൂ, വേട്ടയ്ക്ക് ധർമ്മമുണ്ട്. ആവശ്യത്തിന് മാത്രം വേട്ട. ഗർഭിണിയെയും കുഞ്ഞിനെയും തുടരുത്. ജീവൻ പവിത്രമാണ്. തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ അവൻ മുത്തപ്പന് മുമ്പിൽ തലകുനിച്ചു. കാട്ടിന്റെ ഓരോ കോണിലും മുത്തപ്പൻ സഞ്ചരിച്ചു. വേട്ടയുടെ നിയമങ്ങൾ മാത്രമല്ല, ജീവനെ കാത്തു സൂക്ഷിക്കാനുള്ള മാർഗവും പറഞ്ഞു. കാട് അവരുടേതല്ലെന്ന്, അവർ കാടിന്റെ ഭാഗമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി. വേട്ടനായുകളുടെ കൂട്ടവുമായി മുത്തപ്പൻ കുന്നത്തൂർ പാടി എന്ന മലമുകളിൽ എത്തി. മുത്തപ്പൻ ഒരു തെങ്ങിൽ കയറി കള്ളെടുത്ത് കുടിച്ചു. ചന്ദൻ എന്ന കള്ളുചെത്ത് തൊഴിലാളി ക്രോധത്തോടെ വില്ലും അമ്പുമെടുത്ത് മുത്തപ്പനെ നേരിട്ടു. മുത്തപ്പൻ തന്റെ ദിവ്യദൃഷ്ടിയാൽ നോക്കിയപ്പോൾ അവൻ കല്ലായി മാറി. വീട്ടിൽ തിരിച്ചെത്താത്ത ഭർത്താവിനെ അന്വേഷിച്ച് ചന്ദന്റെ ഭാര്യ കാട്ടിലൂടെ ഓടി. തെങ്ങിന്റെ കീഴിൽ മനുഷ്യരൂപത്തിൽ കല്ലായി നിൽക്കുന്ന ചന്ദനെ കണ്ടപ്പോൾ അവൾ ഭയത്തോടെ വിറച്ചു. മേലോട്ട് നോക്കിയപ്പോൾ ദിവ്യപ്രഭയോടെ ഒരാൾ അവിടെ ഇരിക്കുന്നു. ഓഹ്, എന്റെ മുത്തപ്പ എന്നവൾ കരഞ്ഞു വിളിച്ചു. ഭർത്താവിനെ തിരികെ മനുഷ്യനാക്കണമെന്ന് അവൾ പ്രാർത്ഥിച്ചു. തന്റെ ഭക്തിയുടെ അടയാളമായി തേങ്ങ, ഉണക്കമീൻ, വേവിച്ച കടല്, കള്ള് മുത്തപ്പനെ സമർപ്പിച്ചു. അങ്ങനെ ഒരു ഭക്തയുടെ വായിൽ നിന്നാണ് മുത്തപ്പൻ എന്ന പേര് ആദ്യം ഉയർന്നത്. ഇന്ന് മടപ്പുരകളിൽ അർപ്പിക്കുന്ന നേർച്ചകൾ ആ ഭക്തിയുടെ സ്മരണയാണ്. ചന്ദന്റെയും ഭാര്യയുടെയും അഭ്യർത്ഥന പ്രകാരം മുത്തപ്പൻ കുന്നത്തൂരിൽ വർഷങ്ങളോളം താമസിച്ചു. ഇതാണ് പ്രശസ്തമായ കുന്നത്തൂർ പാടി. കുന്നത്തൂരിൽ കുറച്ചു വർഷങ്ങൾ ചെലവഴിച്ചതിന് ശേഷം തന്റെ ദൈവികമായ ഉദ്ദേശം നിറവേറ്റുന്നതിനായി ഒരു സ്ഥലം കണ്ടെത്താൻ മുത്തപ്പൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു അമ്പ് ആകാശത്തിലേക്ക് വിട്ടു. അമ്പ് പതിച്ചത് പറശ്ശിനിയിലാണ്. കുന്നത്തൂരിൽ നിന്ന് യാത്ര തുടർന്ന മുത്തപ്പൻ അവസാനം പുരളിമലയിലെത്തി. അവിടെ താമസിച്ചിരുന്നത് പാവങ്ങൾ, പക്ഷേ ഹൃദയം നിറഞ്ഞവർ. മുത്തപ്പനെ കണ്ടപ്പോൾ അവരെല്ലാം സന്തോഷത്തോടെ അദ്ദേഹത്തെ വരവേറ്റു. അവർക്കുണ്ടായിരുന്നത് വളരെ കുറച്ച് അരി മാത്രം, പക്ഷേ അവർ അതെല്ലാം അദ്ദേഹത്തിനായി സമർപ്പിച്ചു. ഒരു ചെറുപയ്യൻ മുത്തപ്പന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. അവൻ മന്ദമായി പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല, ഒരു പാത്രം നിറയെ അരി ഞങ്ങൾ കണ്ടിട്ട് എത്ര വർഷമായെന്ന്. ആ വാക്കുകൾ കേട്ടപ്പോൾ ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും നിശബ്ദമായി. തുടർന്ന് അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അവരൊക്കെ കരയാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഇതിന് കാരണം ഒരാളാണ്, ഒട്ടവ രാജാവ്. അവൻ നമ്മുടെ ധാന്യമെല്ലാം കവർന്നു, കള്ളറകളിൽ അടച്ചു സൂക്ഷിച്ചു. ഞങ്ങൾ കൃഷി ചെയ്യുന്നു, പക്ഷെ വിശന്നിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മുത്തപ്പന്റെ കണ്ണുകളിൽ തീ തെളിഞ്ഞു. ആ ദിവസം മുത്തപ്പൻ ഒരു തീരുമാനമെടുത്തു. അത് ചരിത്രം മാറ്റിയ ഒരു തീരുമാനമായിരുന്നു. അവർ പറഞ്ഞു,
അവരുടെ രാജാവ് ഒരിക്കലും ഈ കാട്ടിലേക്ക് എത്തിയിട്ടില്ല. അത് കേട്ട മുത്തപ്പൻ ഒരു തീരുമാനമെടുത്തു. രാജാവിനെ ഈ കാട്ടിലേക്ക് കൊണ്ടുവരണം. അതിനായി സൈന്യത്തിന് ധാന്യം കൊടുക്കാതെയായി അവർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ മുത്തപ്പന്റെ വേട്ടനായകൾ അവരെ തടഞ്ഞു. നായകളെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ മുത്തപ്പൻ തന്നെ അവരെ രക്ഷിച്ചു. അവസാനം സൈനികരുടെ കയ്യിൽ ഒരു സന്ദേശം നൽകി. നിങ്ങളുടെ രാജാവിനോട് പറയൂ, എന്നെ ഈ കാട്ടിൽ വന്ന് കാണാൻ. ക്രോധത്തോടെ രാജാവ് കാട്ടിലേക്കെത്തി. പക്ഷേ മുത്തപ്പന്റെ മുന്നിൽ അവൻ പരാജയപ്പെട്ടു. രാജ്യവും അധികാരവും മുത്തപ്പന്റെ കൈകളിലെത്തി. മുത്തപ്പൻ നൂറുകണക്കിന് മടപ്പുരകൾ നിർമ്മിച്ചു. പല പൊടിക്കളങ്ങളും സ്ഥാപിച്ചു. അവിടെ കള്ളറകളിൽ സൂക്ഷിച്ചിരുന്ന ധാന്യങ്ങളെല്ലാം പാവങ്ങൾക്കായി വിതരണം ചെയ്തു. തൊട്ടുകൂടായ്മക്കും ഒറ്റപ്പെടുത്തലിനുമെതിരെ മുത്തപ്പൻ ശബ്ദമുയർത്തി. ഹരിജനരും വണ്ണാന്മാരും തീയരും അങ്കോളരും എല്ലാവരെയും ഒരുമിച്ചു കൂട്ടി. അവർക്കും ആചാരങ്ങളിൽ സ്ഥാനം നൽകി. ഉന്നത ജാതിക്കാരായ ബ്രാഹ്മണന്മാരെയും വിളിച്ചു. മാറ്റത്തിന് സാക്ഷികളാക്കി. പുതിയ ആത്മീയ വിപ്ലവത്തിന്റെ വിത്തു വിതച്ചത് മുത്തപ്പനായിരുന്നു. കാടുകൾ കടന്ന് മുത്തപ്പൻ യാത്ര തുടരുകയായിരുന്നു. ആ യാത്രയിൽ ഒരു അത്ഭുതം അവനെ കാത്തിരുന്നു. മുത്തപ്പൻ, നീ ആരാണ് ചെറുക്ക? ആ ചെറുക്കൻ മറുപടി പറഞ്ഞു, ഞാനും മുത്തപ്പൻ തന്നെ, നിന്റെ കൂടെ വരാൻ വന്നവൻ. ചെറുക്കൻ ചോദിച്ചു, മുത്തപ്പന്റെ പൊയ്ക്കണ്ണ് എവിടെയാണ്? മുത്തപ്പൻ, നീ ആരാണ്? തലയിൽ അർദ്ധചന്ദ്രനെ വഹിക്കുന്നവൻ നീ തന്നെയാണോ? ആ ചെറുക്കൻ മറുപടി പറഞ്ഞു, അതെ വലിയ മുത്തപ്പ. അപ്പോൾ മത്സ്യാവതാരം സ്വീകരിച്ചവൻ നീ തന്നെയല്ലേ? മുത്തപ്പൻ ഉറക്കെ ചിരിച്ചു. ചെറുക്കനും ചിരിച്ചു. മുത്തപ്പൻ, ഇനി വലിയ മുത്തപ്പനും ചെറിയ മുത്തപ്പനും ഒരുമിക്കാനുള്ള സമയമായി. അവരുടെ ഐക്യം ലോകം തന്നെ മാറ്റാൻ പോകും. അങ്ങനെ വലിയ മുത്തപ്പനും ചെറിയ മുത്തപ്പനും ഒരുമിച്ചു. അവർ ദേശം മുഴുവൻ സഞ്ചരിച്ചു. 308 മടപ്പുരകൾ പണിതു. അനവധി പൊടിക്കളങ്ങൾ സൃഷ്ടിച്ചു. അവരുടെ ആധിപത്യം ഭൂമിയിൽ ഉറപ്പിച്ചു. മുത്തപ്പ ശരണം. വൈകുന്നേരത്തിന്റെ മങ്ങിയ വെളിച്ചം. വലിയ മുത്തപ്പനും ചെറിയ മുത്തപ്പനും കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അവർ നടന്ന് ഒരിടത്തെത്തിയപ്പോൾ ഒരു വയോധിക കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു. വലിയ മുത്തപ്പൻ, അമ്മേ, എന്തിനാണ് കരയുന്നത്? എന്താണ് നിന്റെ ദുഃഖം? മുത്തപ്പ, ജന്മികൾ ഞങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. കാട്ടിൽ എവിടെ കണ്ടാലും ഞങ്ങളെ അടിക്കും. ഇത് അവരുടെ സ്ഥലമല്ലെങ്കിലും ഞങ്ങൾ താഴ്ന്ന ജാതിക്കാർ. ഒളിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. ജന്മിയുടെ ദൂതൻ. ഏയ്, നിങ്ങളിവിടെ താമസിക്കുന്നോ? ശിക്ഷയ്ക്ക് തയ്യാറാകൂ. മുത്തപ്പ, ഇവൻ ജന്മിയുടെ ദൂതനാണ്. ഇപ്പോൾ അവർ കൂട്ടത്തോടെ വരും. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലെന്നാണ് തോന്നുന്നത്. ചെറിയ മുത്തപ്പൻ, ഈ ഭൂമി എല്ലാവർക്കും ഉള്ളതാണ്. വലിയ മുത്തപ്പൻ, ജീവിക്കാനുള്ള അവകാശം ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അതേസമയം മുത്തപ്പന്റെ വേട്ടനായ വേഗത്തിൽ ഓടിപ്പോയി ദൂതനെ കടിക്കും. അവൻ ഓടി രക്ഷപ്പെടുന്നു. കുറച്ചു സമയത്തിന് ശേഷം ജന്മികൾ ആയുധങ്ങളുമായി വലിയ കൂട്ടമായി എത്തുന്നു. ഞങ്ങളെ നോക്കൂ, ഓരോരുത്തരുടെയും കയ്യിൽ ആയുധം. ഞങ്ങൾ 300 പേരാണ്. നിങ്ങൾ 100 പേര് പോലുമില്ല. ആയുധങ്ങൾ താഴെയിടൂ. സമാധാനത്തോടെ പോകൂ. ഞങ്ങൾ ആയുധമെടുത്താൽ പിന്നീട് നിങ്ങൾക്ക് ഖേദിക്കേണ്ടി വരും. ഈ ഭൂമിയിൽ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാം. മരിക്കാൻ തയ്യാറാകൂ. വലിയ മുത്തപ്പനും ചെറിയ മുത്തപ്പനും ഒരുമിച്ചു. അന്യായത്തിന് മുന്നിൽ മുത്തപ്പൻ നിശബ്ദനായിരിക്കില്ല. ക്രോധം നിറഞ്ഞ ജന്മികളുടെ കൂട്ടം വലിയ മുത്തപ്പന്റെയും ചെറിയ മുത്തപ്പന്റെയും
ആദിവാസി ജനങ്ങളുടെയും ദിശയിലേക്ക് നടന്നു. പെട്ടെന്ന് ശക്തമായ കാറ്റ് വീശി. ആ കാറ്റ് ജന്മികളെ പിന്നോട്ട് തള്ളിക്കൊണ്ടിരുന്നു. കാട്ടിനുള്ളിൽ നിന്ന് കോപത്തോടെ വേട്ടനായ്ക്കൾ പുറത്തേക്ക് വന്ന് മുത്തപ്പന്റെ കൂടെ നിന്നു. കഴുകന്മാർ വട്ടം ചുറ്റി വലിയ മുത്തപ്പനും പോരാട്ടത്തിനായി മുന്നോട്ട് നീങ്ങി. അവരുടെ പ്രഹരങ്ങൾ ശക്തമായി കൊണ്ടിരുന്നു. ഓരോ അടിയിലും ജന്മികൾ പിന്നോട്ട് വീണു കൊണ്ടേയിരുന്നു. കാട്ടിലെ മൃഗങ്ങൾ പോലും മുത്തപ്പനോടൊപ്പം ചേർന്ന് പോരാട്ടം നടത്തി. കുറച്ചു സമയത്തിനുള്ളിൽ ജന്മികളുടെ എണ്ണം കുറഞ്ഞു. അവരുടെ നേതാവ് ചിന്തിച്ചു, ആരാണിവർ? അവസാനം ജന്മികളെല്ലാം ആയുധങ്ങൾ താഴെയിട്ട് മുത്തപ്പന്റെയും ആദിവാസികളുടെയും മുന്നിൽ തലകുനിച്ചു നിന്നു. അവർ തോൽവി സമ്മതിച്ചു. പേടിക്കേണ്ട, ആരും കൂടെയില്ലെങ്കിലും ഞാൻ എപ്പോഴും കൂടെയുണ്ടാകും. വലിയ മുത്തപ്പനും ചെറിയ മുത്തപ്പനും ഒരു വൃക്ഷത്തിന്റെ കീഴിൽ ഇരിക്കുകയായിരുന്നു. അവരെ ചുറ്റി ആദിവാസി ജനങ്ങൾ ഒരു ദിവ്യമായ അനുഭൂതിയോടെ നിൽക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മുത്തപ്പനോട് ചോദിച്ചു, മുത്തപ്പ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ലാത്ത സമയത്ത് ശത്രുക്കൾ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങളത് എങ്ങനെ നേരിടണം? ഒരു യുദ്ധത്തിൽ അവസാനം വരെ മുഴുവൻ ശ്രമത്തോടെ പോരാടുന്ന സൈനികൻ, അവൻ മരിച്ചാലും അവൻ വിജയിയാണ്. കാരണം അവൻ ഒരിക്കലും തൻ്റെ ശ്രമം നിർത്തിയില്ല, ഭയന്ന് ഓടിയില്ല, യുദ്ധത്തിൻ്റെ നടുവിൽ വിട്ടുമാറിയില്ല. നീ ധർമ്മമാർഗം തിരഞ്ഞെടുത്താൽ ഒരു ശത്രുവിനും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ഈ മുത്തപ്പൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകും. മുത്തപ്പ, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അതാണല്ലോ ജീവിതത്തിൻ്റെ നിയമം. മാറ്റം അനിവാര്യമാണ്. മാറ്റം സ്വീകരിക്കൂ. അതിനുള്ളിലാണ് വളർച്ച. മുത്തപ്പ, ഞങ്ങൾ ശരിയായ വഴിയിലാണോ? ഞങ്ങളുടെ വിശ്വാസം നമ്മെ എവിടെ എത്തിക്കും? മനുഷ്യൻ തൻ്റെ വിശ്വാസം കൊണ്ടാണ് രൂപപ്പെടുന്നത്. അവൻ എന്ത് വിശ്വസിക്കുമോ അവൻ അതായിത്തീരുന്നു. അതിനാൽ നിന്റെ വിശ്വാസം ശുദ്ധമായതാക്കൂ, ധർമ്മത്തിൽ ഉറച്ചതാക്കൂ. മറ്റൊരാളുടെ ജീവിതം പൂർണ്ണതയോടെ അനുകരിക്കുന്നതിനേക്കാൾ നിന്റെ സ്വന്തം വിധിയെ അപൂർണമായാലും ജീവിക്കുന്നത് മികച്ചതാണ്. കാരണം നിന്റെ വഴി തന്നെയാണ് നിന്റെ സത്യവും നിന്റെ ശക്തിയും. വലിയ മുത്തപ്പനും ചെറിയ മുത്തപ്പനും അവരുടെ ജ്ഞാനം മുഴുവനും ജനങ്ങൾക്ക് പങ്കുവച്ചതിന് ശേഷം സ്വന്തം അവതാര ലക്ഷ്യം പൂർത്തിയാക്കാൻ മുന്നോട്ട് നീങ്ങി. അപ്പോൾ ഒരു കുഞ്ഞു ചോദിച്ചു, നിങ്ങൾ ഞങ്ങളെ വിട്ടു പോവുകയാണോ? ഇനി നിങ്ങളെ കാണണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ വലിയ മുത്തപ്പൻ സ്നേഹത്തോടെ പറഞ്ഞു, ഞങ്ങൾ എപ്പോഴും നിങ്ങളിൽ തന്നെയാണ്. ഞങ്ങളുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. എവിടെയായാലും ഏത് സമയത്തും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾ കേൾക്കും, മറുപടി നൽകും. അതിനുശേഷം വലിയ മുത്തപ്പനും ചെറിയ മുത്തപ്പനും പരശ്ശിനിക്കടവിലേക്ക് നടന്നു. അവിടെ ഒരു മരത്തിൽ കുത്തിയ നിലയിൽ കണ്ടെത്തിയ അമ്പിന്റെ സാക്ഷ്യത്തോടെ അവരുടെ അവതാരം അവസാനിച്ചത് പരശ്ശിനിക്കടവിലെ വലപ്പട്ടണം നദിയുടെ തീരത്താണ്. മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള കിരീടവും വെള്ളിക്കണ്ണും ധരിച്ചിരിക്കുന്നത് തിരുവപ്പനാണ്. അർദ്ധചന്ദ്രാകൃതിയിലുള്ള കിരീടം ധരിച്ചിരിക്കുന്നത് വെള്ളാട്ടമാണ്. മുത്തപ്പൻ സ്വന്തമായൊരു കഥയും അവതാര തത്വവുമുണ്ടെന്ന് പറയപ്പെടുന്നു. പരശുരാമൻ സൃഷ്ടിച്ച കേരളത്തിൽ ആര്യന്മാർ ദ്രാവിഡന്മാരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച കാലഘട്ടം. ക്ഷേത്രങ്ങളും അതിന്റെ സ്വത്തുക്കളും, അതിനൊപ്പം ആരാധനയ്ക്കുള്ള അവകാശവും ബ്രാഹ്മണ സമൂഹം കൈവശപ്പെടുത്തി. താഴ്ന്ന ജാതിക്കാരും പിന്നാക്ക വിഭാഗങ്ങളും ക്ഷേത്രകാര്യങ്ങളിൽ നിന്ന് അകറ്റപ്പെട്ടു, അവഗണിക്കപ്പെട്ടു. ജീവിതത്തിനായി പരിശ്രമിച്ചിരുന്ന സാധാരണ ജനങ്ങൾ പാവങ്ങളും ഉപേക്ഷിതരും ഭാരമായ ചുമത്തലുകളിൽ കുടുങ്ങി. ജന്മിത്വം, അടിമത്തം, അശുചിത്വം എന്ന പേരിലുള്ള അകലം,
ഇവയുടെ ഭാരത്തിൽ അവരുടെ ജീവിതം ദുസ്സഹമായി മാറി. അത്തരമൊരു കാലഘട്ടത്തിലാണ് ശ്രീ മുത്തപ്പൻ ജനിച്ചു എന്നാണ് വിശ്വാസം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത സംഭവാമി യുഗേ യുഗേ. ധർമ്മം ക്ഷയിക്കുമ്പോഴും അധർമ്മം വളരുമ്പോഴും നീതിയുടെ പുനഃസ്ഥാപനത്തിനായി ദൈവം വീണ്ടും അവതരിക്കുന്നു. അതുപോലൊരു ദിവ്യാവതാരമായിരുന്നു ശ്രീ മുത്തപ്പൻ. ശരണം മുത്തപ്പ. ലൈക്ക് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ.